എപ്പോഴും ശാന്തി. ഇന്നത്തെ സംഭവം എന്താ വെച്ചാൽ നേരത്തെ എഴുന്നേറ്റു, വളരെ നേരത്തെ. പക്ഷെ നേരത്തെ എഴുന്നേറ്റപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ യോഗ കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. അപ്പോൾ പോയിട്ട് കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീക്കുന്നത്. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ കല്പത്തിലും ഇങ്ങനെ തന്നെയാണ്. ഒരു കല്പത്തിലും ഇതിന് മാറ്റമൊന്നുമില്ല. യോഗം ചെയ്തിട്ടുണ്ട്. കർമ്മം പല വിധത്തില. ഒരു ഡ്രാമയിലെ ഒരു സീനും ഒരേപോലെ ആവില്ല, വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഓരോ സീനും വ്യത്യസ്തമായിരിക്കും. സത്യയോഗം മുതലും അങ്ങനെ തന്നെ, ഒരേപോലെ ഒരേ രീതിയിൽ ഒരിക്കലും ആവർത്തിക്കില്ല. ഒരു ദിവസം കൃത്യനിഷ്ഠമുള്ള ആളുകളാണെങ്കിൽ പോലും ആ ഓരോ ദിവസത്തിലും വേറിട്ട സീനുകളായിരിക്കും. ഇന്നത്തെ ഡ്രാമ ഇങ്ങനെയാണ് എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഡ്രാമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ പുതിയ കാര്യങ്ങൾ, പുതിയ ലോകത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ ബുദ്ധി തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സംഭവം ഒന്നല്ല. ബുദ്ധി തെളിയാന്ന് പറഞ്ഞാല് അത് തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ബുദ്ധിയുടെ തെളിവ്, ബുദ്ധി തെളിയാന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബാക്കി ഓരോരുത്തർക്കും ഡ്രാമയിൽ അവരവരുടെ പാർട്ട്. ബ്രഹ്മബാബ നല്ല ഭംഗിയിൽ ആ പാർട്ട് കഴിഞ്ഞു. മമ്മ ഭംഗിയിൽ ആ പാർട്ട് കഴിഞ്ഞു. അഷ്ടരത്നങ്ങളിൽ ആരൊക്കെ ആദിയിലുണ്ടോ, ലാസ്റ്റ് സോ ഫസ്റ്റ് എന്ന് തന്നെ പറയാം. ലാസ്റ്റിൽ ഇനി ആരെങ്കിലും ഫസ്റ്റ് ആവാനുള്ളവരുണ്ടോ, അവരൊക്കെ അവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധി വളരെ വിശാലമാവേണ്ടതാണ്. മരം മുറിക്കിൻ്റെ അവിടെ കൽപ്പത്തെ മരം മുറിയാണ്. നല്ല ശബ്ദവും എനിക്ക് തന്നെ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എത്രത്തോളം റെക്കോർഡാവുണ്ടെന്ന് അറിയില്ല കേട്ടോ. റെക്കോർഡായത് കറക്റ്റ് ആയാലും ശരി അല്ലെങ്കിലും ശരി ഞാൻ അപ്ലോഡ് ചെയ്യും. സാഹചര്യമാണ്. ആ സാഹചര്യത്തിന് മറക്കാനൊന്നുമില്ല. അയ്യോ ഞാൻ റെക്കോർഡ് ചെയ്യല്ലേ, ഇവന്മാരിപ്പോഴാണ് ഒരു മരം വെട്ടുന്നത് എന്ന് ചിന്തിക്കാനൊന്നുമില്ല. അവരുടെ പാർട്ട് അതാണ്, എൻ്റെ പാർട്ട് ഇതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെവി ഒരു ഇറിറ്റേഷൻ ഉണ്ട്. കാരണം എന്താ, ഹൈ സൗണ്ടാണ്. ശബ്ദത്തിന്റെ ലോകം കലിയുഗം. സത്യയുഗം നിശബ്ദതയുടെ ലോകം, ശാന്തിയുടെ ലോകം, പവിത്രതയുടെ ലോകം. ഇവിടെ എങ്ങും ശബ്ദമാണ്. നിശബ്ദതയുടെ ലോകമാണ് കലിയുഗം. അതിലേക്കുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് അമൃതവേളയിൽ എഴുന്നേറ്റ് നമ്മളോട് യോഗം ചെയ്യാൻ പറഞ്ഞു. അടുന്നില്ല വന്നു പോയി എവിടെയോ ബന്ധം. അപ്പോ ഉറക്കത്തിലെ താളം തെറ്റി. 1 മണിക്കൊക്കെ എഴുന്നേറ്റ് യോഗമൊക്കെ ചെയ്തു പിന്നെയും കിടന്നു. അപ്പൊ അതിൻ്റെ ആ ഒരു ക്ഷീണം ബോഡിയിൽ കാണും. ബോഡി വേറെയാണ്, ആത്മാവ് വേറെയാണ്, ആത്മാവ് വേറെയാണ്, ബോഡി വേറെയാണ്. ഓരോ ആത്മാക്കളും വേറെയാണ്. വേറിട്ട ആത്മാക്കളാണ്. ബ്രഹ്മാവിന്റെ ആത്മാവ് വേറെയാണ്, അമ്മയുടെ ആത്മാവ് വേറെയാണ്. ബാക്കി 33 കോടി ആത്മാക്കൾ കൂടെ ഉള്ള 33 കോടി ആത്മാക്കൾ വേറെ. ഓരോരുത്തരുടെ സ്ഥിതി ഓരോ രീതിയിലായിരിക്കും. ആ സ്ഥിതി അത് മനസ്സിലാക്കി സാഹചര്യങ്ങൾക്കനുസരിച്ച് അതാത് സ്ഥിതിക്കനുസരിച്ച് എത്രത്തോളം ഞാൻ എൻ്റെ പാപയെ
ഓർമ്മിക്കുന്നു. ഡ്രാമയില് സത്യയുഗത്തിന് വേണ്ടി കലിയുഗ വിനാശവും സത്യയുഗ ആരംഭവും അതിനുവേണ്ടി എത്രത്തോളം സഹയോഗം ചെയ്യുന്നു, എത്രത്തോളം കർമ്മങ്ങൾ ചെയ്യുന്നു, അതിനെ ആധാരമാക്കി നമുക്ക് പാർട്ടും ഓരോരുത്തർക്ക് നമ്പറായിട്ട് അങ്ങനെയാണ് ഈ ദിവ്യബുദ്ധിയുടെ ആ ഒരു ഇത് തന്നെ ഉണ്ടാവുന്നത്. നമ്പർ അഷ്ടരത്നങ്ങൾ 108, 16,108, 9,33 കോടി. പിന്നെ ധർമാത്മാക്കൾ ഇവിടെ നിന്നാണ് ഈ 33 കോടി ആത്മാക്കളുടെ അടുത്തുനിന്നും കിട്ടുന്ന ജ്ഞാനം ഉൾക്കൊണ്ട് ഇബ്രാഹിം നബിയും ബുദ്ധനും ക്രൈസ്റ്റും ഗുരുനാനക്കും മറ്റ് മത പണ്ഡിതന്മാർ അവരവരുടെ മതങ്ങളിൽ അവരവരുടെ ധർമ്മങ്ങളിൽ വേണ്ട വിവിധ പണ്ഡിതന്മാർ അവരുടെ അനുയായികൾ ഒക്കെ ഉണ്ടാവുന്നത് ഇവിടെ നിന്നാണ്. ഈ പരമാത്മാവിൽ കിട്ടുന്ന ജ്ഞാനം നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഗ്രാസ്പ് ചെയ്യുന്നു, എത്രത്തോളം അതിനെ ഒഴുക്കുന്നോ, ആ ഒഴുക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിൽ സ്വീകരിക്കും. ഇതൊന്നും അറിയാത്തവനോ അത് സ്വീകരിക്കാൻ നോക്കുമല്ലോ. ആരും സ്വീകരിച്ചിട്ടില്ല വെച്ചിട്ട് കുഴപ്പമുണ്ടോ? ഇല്ല. സ്വീകരിച്ചവന് അവന്റെ രീതിയിൽ ഡ്രാമ, 5000 വർഷത്തെ ഡ്രാമ, സാഹചര്യം, സമ്മർദ്ദം, കാര്യങ്ങള് ഓരോന്ന് വരുന്ന സമയത്ത് അവന്റെ പാർട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ദിവ്യബുദ്ധി അവന്റെ ആ രീതിയിൽ തെളിയും. അവന്റെ വൈബ്രേഷൻസ് ആ രീതിയിൽ തെളിയും. വളരെ സഹജമായിട്ട് ചെയ്യാം. എന്നാ പ്രയാസം തന്നെ. കാരണം അമ്മയപ്പൻ്റെ വീട്ടിൽ പോകണം അത്ര എളുപ്പമുള്ള സംഭവമല്ല. വിധിപൂർവം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വിധിപൂർവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിയമങ്ങൾ കടുപ്പിക്കും തന്നെ സ്വയം കടുപ്പിക്കുന്നു. പാപം ഒന്ന് നമ്മളത് ചെയ്യൂ. നോർമലി നിയമം തന്നെ നമ്മൾ തെറ്റിച്ചാൽ ബാബയ്ക്ക് അതിലൊരു വാർത്തയില്ല. നിയമങ്ങൾ കടുപ്പിക്കേണ്ട കാര്യം ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കടുപ്പിക്കേണ്ടതിന് കടുപ്പിക്കും. 8 മണിക്കൂർ ഓർമ്മിക്കുന്നതിന് 9 മണിക്കൂർ ഓർമ്മിക്കാം. അമൃതവേള നേരത്തെ ചെയ്യുന്നതിന് കുറച്ചുകൂടെ നേരത്തെ ചെയ്യാം. സേവനം ചെയ്യുന്നതിന് കുറച്ച് കൂടുതൽ സേവനം ചെയ്യാം. ധാരണ ചെയ്യുന്നതിന് കുറച്ച് കൂടുതൽ ധാരണ ചെയ്യാം. ബാക്കി ഏതെല്ലാം നിയമങ്ങളുണ്ടോ ആ നിയമങ്ങളൊക്കെ കാരണം സത്യയുഗത്തിലേക്ക് വരും. അങ്ങനെ നിയമങ്ങൾ ആര് കടുപ്പിക്കുന്നു? എത്ര പേര് കടുപ്പിക്കുന്നു? ഏത് രീതിയിൽ കടുപ്പിക്കുന്നു? മറ്റുള്ളവരിലേക്ക് നിയമം അടിച്ചേൽപ്പിക്കലല്ല, സ്വയത്തിന്റെ പാർട്ട് ഹൈ ലെവലിലേക്ക് എത്താൻ വേണ്ടി അവനവന്റെ നിയമങ്ങൾ കടുപ്പിക്കുക. ആരടിച്ചേൽപ്പിക്കുന്നില്ല, സ്വയത്തെ മാത്രം. സ്വയം എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യം, ശരീരം. ഈ ശരീരത്തില് പ്രജകളുണ്ട്, 5 ഇന്ദ്രിയങ്ങൾ. അവരുടെ പെരുമാറ്റ രീതികളെ കുറിച്ചൊന്ന് കടുപ്പിക്കും. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ, കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാതിരിക്കാൻ, ത്വക്കുകൊണ്ട് അനുഭവിക്കാൻ പാടില്ലാത്തത് അനുഭവിക്കാതിരിക്കാൻ, ഗന്ധം അനുഭവിക്കേണ്ട ആവശ്യമില്ലാത്തടത്ത് പോയി അനുഭവിക്കാതിരിക്കാൻ. നമുക്ക് കണ്ണ് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒന്നിനെ നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റില്ല. പക്ഷെ സാഹചര്യങ്ങളിൽ നിന്ന് വേറിട്ടിരിക്കാൻ പറ്റും. കാത് വളരെ മോശമായ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സ്ഥലം, അവിടെ പോയിട്ട് കാത് അടച്ചു വയ്ക്കാൻ പറ്റില്ല.
അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് പോവാതിരിക്കാം, അല്ലെങ്കിൽ പോകേണ്ട ഒരു പ്രത്യേക സാഹചര്യം വന്നാലും അവിടെ നിന്ന് പെട്ടെന്ന് വിഡ്രോവൽ ആവാൻ ശ്രമിക്കാം. ഗന്ധം വളരെ മോശം ഗന്ധം അനുഭവിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാതിരിക്കാം, അല്ലെങ്കിൽ അവിടെ പോകേണ്ട ഒരു സാഹചര്യം നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പിൻവലിയാൻ ശ്രമിക്കാം. സ്പർശം ത്വക്കിന്റെ അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ഏത് വിധത്തിലായാലും ശരി, 5 വികാരങ്ങളിൽ സ്പർശം എന്ന് പറയുന്നത് നാവുന്ന് തുടങ്ങൂട്ടാണ്. രുചി പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നെ മറ്റു വികാരങ്ങളുടെ, മോഹത്തിന്റെ ആണെങ്കിലും കാമത്തിന്റെ ആണെങ്കിലും അതിന്റെ സ്പർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് ആത്മാവ് കുടുങ്ങി കിടക്കും. അപ്പൊ രുചിയുടെ കാര്യത്തില് നല്ല രുചിയുള്ള മസാലക്കൂട്ടുകളൊക്കെ ഇതാക്കിയിട്ട് പച്ചക്കറി തന്നെ, നല്ല സത്യഭക്ഷണം തന്നെ, പക്ഷെ അത് കൊടുക്കും. അത് പതുക്കെ നമ്മൾ തന്നെ വിഡ്രോ ചെയ്യണം. അതാണ് നിയമം ഘടിപ്പിക്കൽ. അത്രയ്ക്ക് വലിയ രുചിയൊന്നും എനിക്ക് ആവശ്യമില്ല, പോവാനുള്ളതാണ്. അത് നോർമലായിട്ട് രുചി. പിന്നെ സ്പർശം, കുട്ടികളായിട്ടുള്ള മോഹമാണെങ്കിലും പേരക്കുട്ടികളുമായിട്ടുള്ള മോഹമാണെങ്കിലും മറ്റേത് വിധത്തിലുള്ള ഇതാണെങ്കിലും അതിന് നിയമം ഘടിപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ. മുത്തശ്ശി കുട്ടിയെ വാത്സല്യം കൊടുക്കരുതെന്നോ, മുത്തശ്ശി കുട്ടിക്ക് വാത്സല്യം കൊടുക്കരുതെന്നോ, അമ്മ മകന് വാത്സല്യം കൊടുക്കരുതെന്നോ അല്ല വാപ്പ പറഞ്ഞിട്ടുള്ളത്. മോഹത്തിലേക്കും മറ്റ് വികാരങ്ങളിലേക്കും കടുത്തു പോകല്ലേ എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ തീരൂല. ഇപ്പൊ ഏത് വേണമെങ്കിലും കത്തും, എപ്പോ വേണമെങ്കിലും കത്തും. അച്ഛനില്ലാതാവും, അമ്മ ഇല്ലാതാവും, ഭാര്യ ഇല്ലാതാവും, മക്കളില്ലാതാവും, ടപ്പേന്നൊക്കെ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് മോഹം ഘടിപ്പിക്കരുത്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പല മരണ വീടുകളിൽ പോയ സമയത്തും മോഹത്തിന്റെ സംഗതി, ആത്മാവ് പോയി, പക്ഷെ അവിടുത്തെ അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികൾ പറയുന്നതും ചൊല്ലിക്കറിയുന്നതും ഒക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും കൂടി നിൽക്കുന്നവർക്കൊക്കെ വിഷമം ഉണ്ടാവും. അവർക്കോ വിഷമം, ചുറ്റിലുള്ളവർക്കും വിഷമം. അങ്ങനെ വിഷമത്തിന്റെ വൈബ്രേഷന്റെ വലിയൊരല, വളരെ നിശബ്ദമായി. പക്ഷെ ആ സമയത്തും അറിവിന്റെ ആധാരത്തിൽ നമ്മളവിടെ പോയാൽ എന്താ ചെയ്യാ? ബാബു പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അതപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അവിടെ പ്രയോഗിക്കും. അതിൻ്റെ ഒരു വൈബ്രേഷൻസ് അവിടെ കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ പിന്നെ ജ്ഞാനം കൊടുക്കാനില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ശാന്തി, കാരുണ്യം, ദയ എന്നീ വൈബ്രേഷൻ. അത് നമുക്ക് ആ സമയത്ത് എന്താണോ നമ്മുടെ ഉള്ളിൽ സഹജമായിട്ടുള്ളത് അതവിടെ ഒന്ന് സൃഷ്ടിക്കുക. അത് നല്ല ബിക്കേസിൻ്റെ ഒരു കടമയാണ്. അതിനിപ്പോൾ ഡെയിലി ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും ശരീരം വിട്ടുകൊണ്ടേയിരിക്കുകയാണ്, ശരീരം എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുനരഭിജന്മം, പുനരഭിമരണം, പുനർജന്മങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പുനർജന്മം, പുനർമരണം, പുനർജന്മം, പുനർമരണം നടന്നുകൊണ്ടേയിരിക്കും. എല്ലായിടത്തും സംഭവിക്കും. ഈ ശരീരത്തിനും ഇത് കേൾക്കുന്നവരുടെ ശരീരത്തിനും അവരുടെ ബന്ധുമിത്രാദികളുടെ ശരീരങ്ങൾക്കും നാട്ടുകാരുടെ ശരീരങ്ങൾക്കും എല്ലാ ശരീരങ്ങൾക്കും സംഭവിക്കും. ആത്മാവിന് ഇതൊന്നും സംഭവിക്കുന്നു. ആത്മാവ് കയറി ഇറങ്ങി പോയിക്കൊണ്ടേയിരിക്കും. അത് ഇറങ്ങിയ ആത്മാവിന്റെ അവസ്ഥ എന്താന്നുള്ളത് നമുക്കറിയില്ല, നമ്മൾ കാണുന്നില്ല. ആ ആത്മാവിന് ബാധ കൊടുക്കട്ടെ, നമ്മളിലൂടെ എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ കിട്ടട്ടെ എന്നീ കാര്യങ്ങളൊക്കെ അപ്പം ചെയ്യുക. ബാക്കി യോഗയുക്തമായിട്ട് യുക്തിയുക്തമായിട്ട് കർമ്മം ചെയ്യുക.
എല്ലാവരും കൊണ്ടുപോകും. ശിവൻ വന്നിട്ടുള്ളത് എല്ലാരെയും കൊണ്ടുപോകാൻ. സമയമുണ്ട്. ധർമ്മങ്ങൾ എത്ര ഉണ്ടോ അത്രയും ധർമ്മങ്ങളുടെ ഏതേത് സ്ഥിതിയിലായിരുന്നോ അനാദിയില് ആ ഒരു സ്ഥിതിയിലേക്ക് അവരുടെ ടോപ്പ് ടീമിൽ എത്തിക്കുക ആദ്യം. ആ ടോപ്പ് ടീം എന്ന് പറഞ്ഞാല് ഏറ്റവും അനാദിയിലെ ടീമിലാണെങ്കിൽ ബ്രഹ്മാവ് നമ്മുടെ സനാതന ധർമ്മത്തിലെ ബ്രഹ്മാവിന്റെ അവസ്ഥ എന്തായിരുന്നു? അവസാനം യാചകനായിട്ട് അതേ അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അതാത് ധർമ്മത്തിന്റെ അനാദി സ്ഥിതിയിലുള്ള ഏത് ധർമ്മത്തിന്റെ ആദ്യ രൂപങ്ങളും അവസാന യാചക രൂപത്തിൽ എന്ന അവരുടെ സ്ഥിതി, അവരുടെ സമ്പന്നത കൈവരിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യും. കൊണ്ടുപോകുക ചെയ്യും. ട്രിപ്പിൾ ഓം ശാന്തി.